SSM പോളിടെക്നിക്കിൽ തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിന് സജ്ജീകരിച്ചത് 14 കൗണ്ടറുകൾ. വളവന്നൂർ പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ ആദവനാട് പഞ്ചായത്തിലെ ബൂത്തുകളിലെ എണ്ണലോടെയാണ് പൂർത്തിയാകുക. 243 ബൂത്തുകളുള്ള മണ്ഡലത്തിൽ 7 റൌണ്ടിലേറെ വോട്ടെണ്ണൽ നടക്കും. ആദ്യ ഫലസൂചനകൾ ഉച്ചയോടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 റൌണ്ടിൽ വളവന്നൂർ പഞ്ചായത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. തിരൂരിലെ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ കുറുക്കോളി മൊയ്തീന്റെ വീട് ഉൾപ്പെടുന്ന പഞ്ചായത്താണ് വളവന്നൂർ. കഴിഞ്ഞ തവണ ഇവിടെ കുറുക്കോളിക്ക് 1400ഓളം വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. 12ാം നമ്പർ ബൂത്തിലായിരുന്നു ഇത്തവണ കുറുക്കോളിയുടെ വോട്ട്. അതിനാൽ ആദ്യ റൌണ്ടിൽ തന്നെ കുറുക്കോളിയുടെ ബൂത്തിലെ ലീഡ് നില കൂടി അറിയാനാകും. 4ാം റൌണ്ടോടുകൂടിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ V. അബ്ദുറഹ്മാന്റെ തട്ടകമായ തിരൂർ നഗരസഭയിലേക്ക് വോട്ടെണ്ണൽ പ്രവേശിക്കുക. വളവന്നൂരിന് ശേഷം കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ബൂത്തുകളുടെ എണ്ണൽ കഴിഞ്ഞാണ് തിരൂർ നഗരസഭയിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. V. അബ്ദുറഹ്മാൻ വോട്ട് രേഖപ്പെടുത്തിയ പൊരൂർ LP സ്കൂളിലെ ബൂത്തിൽ നിന്നാണ് തിരൂർ നഗരസഭയിലെ വോട്ടുകളുടെ എണ്ണൽ ആരംഭിക്കുക. 48 ബൂത്തുകളാണ് തിരൂർ നഗരസഭയിലുള്ളത്. തിരൂരിലെ എണ്ണൽ 3 റൌണ്ടിലേറെ നീളും. തിരൂർ കഴിയുന്നതോടെ വെട്ടം പഞ്ചായത്തിലെയും പിന്നീട് തലക്കാട് പഞ്ചായത്തിലെയും വോട്ടുകളാണ് എണ്ണുക. അതിനുശേഷം തിരുനാവായയിലെയും അവസാനം ആദവനാട് പഞ്ചായത്തിലെയും വോട്ടുകളും എണ്ണും. മന്ത്രിയും സിറ്റിംഗ് MLAയും നേർക്കുനേർ ഏറ്റുമുട്ടിയ മണ്ഡലം എന്ന നിലയിൽ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ് തിരൂർ. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരും സ്ഥാനാർത്ഥികളും തിരൂരിലാണെന്ന സവിശേഷതകളുമുണ്ട്. കഴിഞ്ഞ തവണ 7214 വോട്ടുകൾക്കായിരുന്നു കുറുക്കോളി മൊയ്തീന്റെ വിജയം. 2021 തലക്കാട് പഞ്ചായത്തിൽ മാത്രമാണ് ഇടതുമുന്നണി ലീഡ് ചെയ്തത്. 2561 വോട്ടായിരുന്നു ഇവിടുത്തെ ഭൂരിപക്ഷം. മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF മുന്നിലെത്തി. തിരൂരിൽ 1732 വോട്ടും ആദവനാട്ട് 1489 വോട്ടും UDFന് ലീഡുണ്ടായിരുന്നു. കൽപ്പകഞ്ചേരിയിൽ 2752ഉം വെട്ടത്ത് 473 വോട്ടായിരുന്നു ലീഡ്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി നിയമസഭാ മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ ഫാത്തിമത്ത് സുമയ്യ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. വോട്ടെണ്ണൽ കൌണ്ടറുകളിൽ ഒരു കൌണ്ടിംഗ് അസിസ്റ്റന്റും ഒരു സൂപ്പർവൈസറും ഒരു മൈക്രോ ഒബ്സർവറുമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് മുറി തുറക്കും. തുടർന്ന് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 5 കൌണ്ടറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ കൌണ്ടിംഗ് സൂപ്പർവൈസറും അഡീഷണൽ AROയും ഉണ്ടാകും. പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടെണ്ണലിലേക്ക് കടക്കുകയെന്നും വരണാധികാരി അറിയിച്ചു. UDFന്റെ ശക്തി കേന്ദ്രമായി കരുതുന്ന തിരൂരിൽ ഇത്തവണ മന്ത്രി അബ്ദുറഹ്മാൻ രംഗത്തിറങ്ങിയതോടെ കനത്ത മത്സരമാണ് നടന്നിട്ടുള്ളത്. വിജയം പ്രവചനാതീതമാകുന്ന തരത്തിൽ മണ്ഡലത്തിലെ മത്സരചിത്രം മാറിയിട്ടുണ്ട്.